ഹായ്, ഐ ആം ആതിര. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് ഏജ്സ് കറക്ഷൻ ആണ്. കൈ-സ്ക്വയർ ടെസ്റ്റ് ഓഫ് ഇൻഡിപെൻഡൻസിൽ നമുക്ക് ഒബ്സർവ്ഡ് ഫ്രീക്വൻസീസ് ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും, അതായത് മിനിമം ഒന്നെങ്കിലും ലെസ് ദാൻ 5 വന്നു കഴിഞ്ഞാലാണ് നമ്മൾ ഏജ്സ് കറക്ഷൻ യൂസ് ചെയ്യാം. അതായത് ഒബ്സർവ്ഡ് ഫ്രീക്വൻസീസ് ലെസ് ദാൻ 5 വന്നു കഴിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ കൈ-സ്ക്വയർ വാല്യൂ വെച്ചിട്ട് നമ്മൾ ടെസ്റ്റിൻ്റെ കൺക്ലൂഷൻ ചെയ്ത് കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് ആയിരിക്കില്ല കിട്ടുക. അതായത് നമ്മുടെ കൈ-സ്ക്വയർ വാല്യൂവിൽ നല്ല വേരിയേഷൻ വരും എന്നുള്ളതാണ് അതിന് കാരണം. അപ്പോൾ നമ്മൾ ആ ലെസ് ദാൻ 5 ഉള്ളതിനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് എല്ലാ ഒബ്സർവേഷനും അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ കൈ-സ്ക്വയർ വാല്യൂ കാണുക. അങ്ങനെ ചെയ്യുന്ന കറക്ഷനെയാണ് ഏജ്സ് കറക്ഷൻ എന്ന് പറയുന്നത്. Age correction was proposed by F. Yates in 1934. The correction involves the reduction of deviation of observed frequencies from the theoretical frequencies, thus naturally reduces the chi-square value. ഏജ്സ് കറക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ chi-square വാല്യൂ ചെറുതാകും. അപ്പം നോക്കുക, നമുക്ക് ഇപ്പോൾ ഏജ്സ് കറക്ഷൻ ചെയ്യാതെ കിട്ടിയ റിസൾട്ട് റിജക്ഷൻ ആവാം. പക്ഷേ ചിലപ്പോൾ ഏജ്സ് കറക്ഷൻ ചെയ്തിട്ടുള്ള കൈ-സ്ക്വയർ വാല്യൂ ചിലപ്പോൾ ക്രിട്ടിക്കൽ വാല്യൂവിനേക്കാളും ചെറുതായിരിക്കും കിട്ടുക. അപ്പോൾ നമുക്ക് അക്സെപ്റ്റൻസ് വരും. അപ്പോൾ നമ്മുടെ ഫൈനൽ ഔട്ട്പുട്ടിനെ വരെ വ്യത്യാസം വരുത്താൻ പറ്റുന്നൊരു കാര്യമാണ് ഏജ്സ് കറക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒബ്സർവ്ഡ് ഫ്രീക്വൻസീസ് ലെസ് ദാൻ 5 ആണോ അല്ലയോ എന്നുള്ളത് ശ്രദ്ധിച്ചിട്ട് വേണം പ്രോബ്ലംസ് ചെയ്യാൻ. If any cell frequency is less than 5, we add 0.5 to that cell and adjust for the remaining cell frequencies accordingly. Then the chi-square test of goodness of fit is applied. അപ്പോൾ ഏതെങ്കിലും സെൽ ഫ്രീക്വൻസി ലെസ് ദാൻ 5 ആണെന്ന് വെച്ചാൽ ഏജ്സ് കറക്ഷൻ ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുന്നത്, ആ സെല്ലിലേക്ക് 0.5 ആഡ് ചെയ്യും. അതിനനുസരിച്ച് തൊട്ടടുത്ത സെല്ലുകളിൽ അഡ്ജസ്റ്റ് ചെയ്യും. അപ്പോൾ ഒരു സെല്ലിൽ നമുക്ക് ടോട്ടലിന് വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ ഒരു സെല്ലിൽ 0.5 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ട് മുകളിലത്തെ സെല്ലിൽ നമ്മളത് കുറയ്ക്കേണ്ടി വരും. അങ്ങനെ ഓൾട്ടർനേറ്റീവായിട്ട് ചെയ്ത് എല്ലാ സെല്ലിലെയും ഫ്രീക്വൻസീസിനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം കൈ-സ്ക്വയർ ചെയ്യാൻ. അപ്പോൾ നമ്മൾ 2/2 കണ്ടിൻജൻസി ടേബിളിൻ്റെ കേസിൽ നമ്മൾ ഇക്വേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കൈ-സ്ക്വയർ ഈസ് ഈക്വൽ ടു n × AD - BC ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ a + b × a + c × c + d × b + d എന്നുള്ളത്. അപ്പോൾ അതേ ഇക്വേഷനിൽ ചെറിയൊരു ഡിഫറൻസ്, ചെറിയൊരു വേരിയേഷനും കൂടി വരുത്തി കഴിഞ്ഞാൽ നമുക്ക് കൈ-സ്ക്വയറിൻ്റെ ഏജ്സ് കറക്ഷൻ ചെയ്തിട്ടുള്ള കൈ-സ്ക്വയർ ഇക്വേഷൻ ചെയ്യാം. 2/2 കേസുകളാണ് നിങ്ങൾക്ക് കൂടുതൽ വരുന്നത് എന്നുള്ളതുകൊണ്ടാണ് അത് മാത്രം പറയുന്നത്. അപ്പോൾ കൺസിഡർ ചെയ്യുക, 2/2 കണ്ടിൻജൻസി ടേബിൾ ABCD എന്നുള്ള ഒബ്സർവ്ഡ് ഫ്രീക്വൻസിയുള്ള ടേബിളാണ്. ദെൻ നമുക്കറിയാം chi-square is equal to n × AD - BC ഹോൾ സ്ക്വയർ ബൈ a + b × a + c × b + d × c + d ആയിരുന്നു നമ്മുടെ ഇക്വേഷൻ. അപ്പോൾ ഏജ്സ് കറക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളവിടെ 1/2 അല്ലെങ്കിൽ 0.5 ആഡ് ചെയ്യും സബ്സ്ട്രാക്ട് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ എയിലേക്കാണ് ആഡ് ചെയ്യുന്നത് വെച്ചാൽ ബിന്ന് നമ്മളത് കുറയ്ക്കും, സിന്ന് കുറയ്ക്കും, അതേമാതിരി ഡിയിൽ ആഡ് ചെയ്യും. അങ്ങനെയാണ് വരിക, ഓൾട്ടർനേറ്റീവായിട്ടാണ് വരിക. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള കൈ-സ്ക്വയർ വാല്യൂ എന്ന് പറയുന്നത് chi-square is equal to n × mod AD - BC - 1/2 times n ഹോൾ സ്ക്വയർ. അപ്പോൾ AD - BC കണ്ടിട്ട് മോഡുലസ് എടുക്കുക, -1/2 times n, എന്നിട്ട് ഹോൾ സ്ക്വയർ കണ്ട് അതിൻ്റെ സ്ക്വയർ കണ്ടതിന് ശേഷം മൾട്ടിപ്ലൈഡ് ബൈ വീണ്ടും n കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ഓൾ ഡിവൈഡ് ബൈ ഡിനോമിനേറ്റർ സെയിം തന്നെയാണ് a + b × a + c × b + d × c + d. ഇപ്പോൾ ഏജ്സ് കറക്ഷൻ ചെയ്തിട്ട് പ്രോബ്ലം ചെയ്യാന്ന് പറയുന്നത്, നിങ്ങൾ പ്രോബ്ലം തരുന്നതിൽ ABCD എന്തൊക്കെയാണെന്ന് എഴുതി വെക്കുക, എന്നിട്ട് ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, അത്രേ ചെയ്യാനുള്ളൂ. If in a contingency table one or more cells are having 0 count, then it is called an incomplete contingency table. ഏതെങ്കിലും ഒന്നോ അതിൽ കൂടുതലോ സെല്ലുകളിൽ 0 വന്നിട്ടുണ്ടെങ്കിൽ ആ കണ്ടിൻജൻസി ടേബിളിനെയാണ് ഇൻകംപ്ലീറ്റ് കണ്ടിൻജൻസി ടേബിൾ എന്ന് പറയാം. ഏതെങ്കിലും ഒബ്സർവ്ഡ് ഫ്രീക്വൻസീസ് 0 ആയിപ്പോയാൽ.
Then if there is a 0 in a cell and this cell count has expected value 0, then such a 0 is called a structural 0. അതായത് നമുക്ക് ഒബ്സർവ്ഡ് ഫ്രീക്വൻസി തന്നതിൽ ഒരു സെല്ലിൽ 0 ഉണ്ട്. അതേ സെല്ലിൽ തന്നെ നമ്മൾ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി കണ്ടപ്പോഴും നമുക്ക് 0 ആണ് കിട്ടിയത് വെച്ചാൽ അപ്പം നമ്മൾ ആ 0നെ സ്ട്രക്ചറൽ 0 എന്ന് വിളിക്കും. then ഒരു ക്വസ്റ്റ്യൻ നോക്കുക. കൺസിഡർ ദ 2x2 കണ്ടിൻജൻസി ടേബിളിലുള്ള വാല്യൂസ് A1 A2 രണ്ട് ആട്രിബ്യൂട്ട്സ് ഉണ്ട്, B1 B2 എന്നുള്ളതുകൊണ്ട്. അപ്പോൾ രണ്ട് ആട്രിബ്യൂട്ട്സിൻ്റെ രണ്ട് വാല്യൂസ് ആണ് തന്നിരിക്കുന്നത്. എയും ബിക്കും A1 A2 B1 B2 എന്നുള്ള വാല്യൂസ് 2x2 ടേബിളാണ്. ടോട്ടൽസ് ഒക്കെ തന്നിട്ടുണ്ട്. അപ്ലൈ chi-square ടെസ്റ്റ് ആൻഡ് ടെസ്റ്റ് അറ്റ് 5% ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് വെദർ ദ ടു ആട്രിബ്യൂട്ട്സ് എ ആൻഡ് ബി ആർ ഇൻഡിപെൻഡൻ്റ് ആണോ എന്ന് ടെസ്റ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കുക, നമുക്ക് ഒരു ഒബ്സർവ്ഡ് ഫ്രീക്വൻസി അതായത് 1 വന്നിട്ടുണ്ട്, അതായത് 5ൽ കുറവാണ് ഒരു ഒബ്സർവ്ഡ് ഫ്രീക്വൻസി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏജ് കറക്ഷൻ ചെയ്യണം. അപ്പോൾ ഏജ് കറക്ഷൻ ചെയ്യുന്നതിൻ്റെ മുന്നല്ല, അതായത് സാധാ നമ്മൾ chi-square കണ്ടതും ഏജ് കറക്ഷൻ കണ്ടതും തമ്മിലുള്ള ഡിഫറൻസ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് രണ്ടും ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കുക. ആദ്യം നമ്മൾ H0 സെറ്റ് ചെയ്യണം. The two attributes A and B are independent. H1 against H1 എന്താ? The two attributes are not independent, അല്ലെങ്കിൽ ഡിപ്പെൻഡൻ്റ് ആണ് എന്നുള്ളത് H1 എടുത്തു. then under H0 chi-square നമുക്കറിയാം, ഏജ് കറക്ഷൻ ഇല്ലാത്ത chi-square is equal to capital N into AD minus BC whole square by A plus B into A plus C into B plus D into C plus D. okay, then capital N അതിൽ ടോട്ടൽ എന്ന് പറയുന്നത് 22 ആണ്. എ എന്ന് പറയുന്നത് 7 ആയിരുന്നു, ബി ഈസ് ഈക്വൽ ടു 1 ആണ്, സി ഈസ് ഈക്വൽ ടു 6 ആണ്, ഡി ഈസ് ഈക്വൽ ടു 8 ആണ്. ഈ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എ പ്ലസ് ബി എന്ന് പറയുന്നത് 8, എ പ്ലസ് സി 13, ബി പ്ലസ് ഡി ഈക്വൽ ടു 9 ആൻഡ് സി പ്ലസ് ഡി ഈക്വൽ ടു 14 ആണ്. ഇനി ഇതൊക്കെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക chi-square is equal to 22 into 7 into 8 minus 1 into 6 whole square divided by 8 into 13 into 9 into 14. അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 4.197 കിട്ടും. then at 5% level of significance the table value of chi-square നമുക്കറിയാം 2x2 ആയതുകൊണ്ട് 2 minus 1 into 2 minus 1 degrees of freedom ആണ്. അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 3.841 ആയിരുന്നു. ഇത് നമ്മൾ കുറേ പ്രാവശ്യം കണ്ടുപിടിച്ച വാല്യൂ ആണ്. 3.841 ആണ് chi-square ടേബിൾ വാല്യൂ. അപ്പോൾ ക്രിട്ടിക്കൽ റീജിയൻ എന്ന് പറയുന്നത് chi-square ഗ്രേറ്റർ ദാൻ chi-square ആൽഫയാണ്. അപ്പോൾ 3.841 വലുതായാൽ നമ്മൾ റിജക്റ്റ് ചെയ്യും. ഇവിടെ നോക്കാം, നമുക്ക് 4.197 ആണ് കാൽക്കുലേറ്റഡ് വാല്യൂ കിട്ടിയത്. അത് 3.841 കൂടുതലാണല്ലോ. അപ്പോൾ എന്തായാലും നമ്മൾ H0 റിജക്റ്റ് ചെയ്യണം. കാൽക്കുലേറ്റഡ് വാല്യൂ ഈസ് ഗ്രേറ്റർ ദാൻ ദ ടേബിൾ വാല്യൂ. H0 ഈസ് റിജക്റ്റഡ്. H0 റിജക്റ്റ് ചെയ്തു. H0 റിജക്റ്റ് ചെയ്യുന്നത് എന്താ? ദ ടു ആട്രിബ്യൂട്ട്സ് ആർ നോട്ട് ഇൻഡിപെൻഡൻറ്റ്, അതായത് എയും ബിയും ഡിപ്പെൻഡൻ്റ് ആണ് എന്നുള്ളത് കിട്ടി. ദെൻ ഇതേ ക്വസ്റ്റ്യൻ തന്നെ നമ്മൾ ഏജ് കറക്ഷൻ ചെയ്തിട്ട് ചെയ്യണം. സിൻസ് വൺ ഓഫ് ദ സെൽ ഫ്രീക്വൻസി ഈസ് 1 വിച്ച് ഈസ് ലെസ് ദാൻ 5, വി അപ്ലൈ ഏജ് കറക്ഷൻ. ഏജ് കറക്ഷൻ വെച്ചിട്ട് അണ്ടർ H0 chi-square എന്ന് പറയുന്നത് n ഇൻറ്റു മോഡുലസ് ഓഫ് എ ഡി മൈനസ് ബി സി മൈനസ് 1/2n ഹോൾ സ്ക്വയർ ബൈ എ പ്ലസ് ബി ഇൻറ്റു എ പ്ലസ് സി ഇൻറ്റു ബി പ്ലസ് ഡി ഇൻറ്റു സി പ്ലസ് ഡി ആണ്. അപ്പോൾ n എ ബി സി ഒക്കെ നമുക്ക് നേരത്തെ തന്നെ പറഞ്ഞ കാര്യമാണ്, അതേ വാല്യൂസ് തന്നെയാണ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ chi-square is equal to 22 into 7 into 8 minus 1 into 6 minus 1/2 into 22 whole square divided by 7 plus 1 into 7 plus 6 into 1 plus 8 into 6 plus 8 which is equal to, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലാസ്റ്റ് ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് 2.554 കിട്ടി. നേരത്തെ 4 something കിട്ടിയോടത്ത് ഇവിടെ അതിൻ്റെ പകുതിയേ വന്നിട്ടുള്ളൂ, 2.554 ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ chi-square വാല്യൂ അത്രയും കുറഞ്ഞു എന്നുള്ളതാണ് ഏജ് കറക്ഷൻ ചെയ്തതിന് ശേഷം. നമ്മുടെ കൺക്ലൂഷൻ തന്നെ മാറി.
chi² ടേബിൾ വാല്യൂ എന്ന് പറയുന്നത് 3.841 ആയിരുന്നു. ഇപ്പോൾ കാൽക്കുലേറ്റ് ഏജ് കറക്ഷൻ കൊണ്ട് കാൽക്കുലേറ്റ് ചെയ്ത വാല്യൂ നമുക്ക് 2.554 കിട്ടി. അതായത് chi² കാൽക്കുലേറ്റഡ് വാല്യൂ ലെസ് ദാൻ ടേബിൾ വാല്യൂ ആണ്. അപ്പോൾ കാൽക്കുലേറ്റഡ് വാല്യൂ ലെസ് ദാൻ ടേബിൾ വാല്യൂ ആകുമ്പോൾ accept H0 ആണ്. ദാറ്റ് ഈസ് ദ ടു ആട്രിബ്യൂട്ട്സ് ആർ ഇൻഡിപെൻഡൻറ്റ്. അപ്പോൾ രണ്ട് കേസിൽ രണ്ട് കൺക്ലൂഷൻ ആണ് കിട്ടിയത്. അപ്പോൾ ഒബ്സർവ്ഡ് ഫ്രീക്വൻസി ലെസ് ദാൻ 5 ആണെന്നുണ്ടെങ്കിൽ ഏജ് കറക്ഷൻ അപ്ലൈ ചെയ്തിട്ട് വേണം പ്രോബ്ലം ചെയ്യാൻ. ഓക്കെ, ദെൻ അടുത്തൊരു ക്വസ്റ്റ്യൻ. നമ്മൾ ഇതുവരെ 2x2 ടേബിളിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് ചെയ്തത്. പക്ഷേ 2x2 തന്നെ ആയിരിക്കണം നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കുക എന്നൊന്നും പറയാൻ പറ്റില്ല. ചിലപ്പോൾ അതിൽ വ്യത്യാസം വരാം. നമ്മൾ ജനറൽ പ്രൊസീജിയറാണ് പഠിക്കുന്നത്. ചിലപ്പോൾ 3x2 3x3 ഒക്കെ ചോദിച്ചു തരാം. അപ്പോൾ ഇതൊരു 3x3 ടേബിൾ വരുന്ന കണ്ടിൻജൻസി ടേബിൾ വരുന്ന ഒരു പ്രോബ്ലമാണ്. അപ്പോൾ എങ്ങനെയാണ് അത് ചെയ്യുക എന്നുള്ളതൊന്ന് മനസ്സിലാക്കി വെക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. ക്വസ്റ്റ്യൻ 1725 school children were classified according to intelligence and apparent family economic level to produce the following. ഇപ്പോൾ 1725 സ്കൂൾ കുട്ടികളുടെ ഡീറ്റെയിൽസ് ആണ് തന്നിട്ടുള്ളത്. കുട്ടികളുടെ ഇൻ്റലിജൻസിനെ നമ്മൾ 3 കോളംസ് ആയിട്ട് ഇവിടെ തിരിച്ചിട്ടുണ്ട്. ഡള്ള്, ഇൻ്റലിജൻറ്റ്, വെരി കേപ്പബിൾ എന്നുള്ളത്. ദെൻ ഫാമിലി എക്കണോമിക് ലെവൽ അറിയാൻ വേണ്ടിയിട്ട് വെരി വെൽ ക്ലോത്ത്ഡ്, പുവർലി ക്ലോത്ത്ഡ്, ഇങ്ങനെ 3 ആയിട്ടും തിരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡാറ്റയാണ് നമുക്ക് തന്നിട്ടുള്ളത്. ടോട്ടൽസ് നമ്മൾ കാണണം. അപ്പോൾ 3x3 വരുന്ന ഒരു ടേബിളാണ് നമുക്കുള്ളത്. ടെസ്റ്റ് ഫോർ ഇൻഡിപെൻഡൻസ് അറ്റ് ദ 0.01 ലെവൽ, പെർസെൻറ്റേജ് ലെവൽ, അതായത് 1% ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ടെസ്റ്റ് ചെയ്യണം. നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? H0 സ്റ്റേറ്റ് ചെയ്യണം. H0 such that intelligence is independent of family economic level versus H1 such that intelligence depends on family economic level. അങ്ങനെ H0 H1 സ്റ്റേറ്റ് ചെയ്തു. ദെൻ നമുക്ക് എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസീസ് കാണണം. അപ്പോൾ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസീസ് കാണണമെന്നുണ്ടെങ്കിൽ ആദ്യം നമുക്ക് ആ കോളംസിൻ്റെയും റോസിൻ്റെയും ഒക്കെ ടോട്ടൽ കണ്ടുവയ്ക്കണം. അപ്പോൾ ആദ്യം അത് ഒന്ന് കണ്ടുവയ്ക്കാം. ഇനി H0 ട്രൂ ആണെന്നുണ്ടെങ്കിൽ Fij is equal to Fi into Fj divided by n എന്നുള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നോക്കുക, ഇതാണ് ടേബിൾ. ഇപ്പോൾ ഉള്ളിലുള്ള സെൽസൊക്കെ ഞാൻ ക്ലിയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. പുതിയൊരു ടേബിൾ ഉണ്ടാക്കി വെക്കുക. ടോട്ടൽസ് കണ്ടുവച്ചിട്ടുണ്ട്. ടോട്ടൽസിന് മാറ്റം ഉണ്ടാവില്ല നമ്മൾ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി കണ്ടു കഴിഞ്ഞാലോ. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് F1, F2, ഇത് F3, അതുപോലെ ഇത് F1, F2, F3 ആണ്. ഇത് ക്യാപിറ്റൽ N. അപ്പോൾ നമുക്ക് ഇനി ഓരോ വാല്യൂസ് കാണണം. അപ്പോൾ ഈ ഫസ്റ്റ് സെല്ലിലെ വാല്യൂ കാണണമെന്നുണ്ടെങ്കിൽ ഇത് ഇൻറ്റു ഇത് ചെയ്യുക, ഡിവൈഡ് ബൈ ടോട്ടൽ ചെയ്യുക. അപ്പോൾ അതാണ് നമ്മളിവിടെ ചെയ്യുന്നത്. E11 ഫസ്റ്റത്തെ സെല്ലിലെ ഫ്രീക്വൻസി ഈക്വൽ ടു F11, എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി ഈക്വൽ ടു F1 ഇൻറ്റു F1 ഡിവൈഡ് ബൈ N. അപ്പോൾ 636 ഇൻറ്റു 349 ഡിവൈഡ് ബൈ 1725 വിച്ച് ഇസ് ഈക്വൽ ടു 128.67, അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു എന്താ 129 ആണ്. കാരണം നമ്മളിവിടെ ഫ്രീക്വൻസീസാണ് കണ്ടുപിടിക്കുന്നത്. ഫ്രീക്വൻസി ഒരിക്കലും നമുക്ക് പോയിൻ്റ് വാല്യൂ എഴുതാൻ പറ്റില്ല. ഒരു സാധനം എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നു എന്നുള്ളത് പറയുന്ന എപ്പോഴെങ്കിലും പോയിൻ്റുള്ളൊരു നമ്പർ വരുമോ? ഇല്ല. അപ്പോൾ നമ്മളത് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് എഴുതണം. ഇത് പോയിൻ്റ് കഴിഞ്ഞിട്ട് 6 ആയതുകൊണ്ട് 5ൽ കൂടുതലായതുകൊണ്ടാണ് 129 ആയിട്ട് റൗണ്ട് ചെയ്തത്. ദെൻ അപ്പോൾ നമുക്ക് 129 കിട്ടി. അതുപോലെ E12 അടുത്ത സെല്ലിലെ ഫ്രീക്വൻസി നമുക്ക് 636 ഇൻറ്റു 942 ഡിവൈഡ് ബൈ 1725 എന്ന് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വാല്യൂ 347.31 കിട്ടും. അതിനെ നമുക്ക് 347 ആയിട്ട് റൗണ്ട് ചെയ്യാം. അപ്പോൾ അവിടുത്തെ വാല്യൂ 347. ഇനിയിപ്പോൾ ഈ രണ്ട്
സെല്ലിലേക്ക് കിട്ടിക്കഴിഞ്ഞാൽ മൂന്നാമത്തെ സെല്ലിലേക്ക് കാണാൻ ഇത് രണ്ടും കൂടി ആഡ് ചെയ്താൽ ഇത് മൈനസ് ചെയ്താൽ മതി അല്ലേ? ഈ മൂന്നെണ്ണത്തിൽ ഇത് മൂന്നും കൂടി ആഡ് ചെയ്ത് കിട്ടുന്നതാണ് ഈ 636. അപ്പോൾ ഈ ഒരു വാല്യൂ കാണാൻ വേണ്ടിയിട്ട് 636 ന്ന് 129 പ്ലസ് 347 കുറയ്ക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ ചെയ്തിട്ട് അടുത്ത വാല്യൂ കാണാം. അപ്പോൾ ഇവിടുത്തെ ഒരു വാല്യൂ കിട്ടി. ഇനി അതുപോലെ നമ്മൾ നേരത്തെ ഈ 1 ഒക്കെ കണ്ട പോലെ തന്നെ ഈ സെല്ലിലെ വാല്യൂ കാണണം, ഈ സെല്ലിലെ വാല്യൂ കാണണം. അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ മൂന്നാമത്തെ കാണാം. ഈ രണ്ടെണ്ണം കിട്ടിക്കഴിഞ്ഞാൽ ഈ മൂന്നാമത്തെ കാണാം. ഈ രണ്ടെണ്ണം കിട്ടിക്കഴിഞ്ഞാൽ ഈ മൂന്നാമത്തെ കാണാം. ഈ രണ്ടെണ്ണം കിട്ടിക്കഴിഞ്ഞാൽ ഈ മൂന്നാമത്തെ കാണാം. അങ്ങനെ എല്ലാ സെല്ലിലെയും എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസീസ് കാണാൻ പറ്റും. അപ്പോൾ അതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഈ 13 is equal to C 636 minus 129 plus 347 which is equal to 160 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ഫസ്റ്റത്തെ ഒരു റോ ഫുള്ള് കംപ്ലീറ്റ് ആയി. ദെൻ അടുത്ത റോയിലേക്ക് പോവുകയാണ്. ഈ 21 is equal to F21 which is equal to F2 into F21 ആണ് കേട്ടോ. ഈ 21 is equal to F21 which is equal to F2 into F1 divided by N is equal to 751 into 349 divided by 1725. നോക്കിയാൽ മതി, ആ സെല്ലിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടോട്ടലുകളാണ് നമ്മളിവിടെ മുകളിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ലാസ്റ്റ് ഫൈനൽ ഗ്രാൻഡ് ടോട്ടലും ഡിവൈഡ് ബൈ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 151.94 കിട്ടും. അതിനെ നമുക്ക് 152 ആയിട്ട് റൗണ്ട് ചെയ്യാം. സിമിലർലി നമ്മൾ എല്ലാ വാല്യൂസും കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ കണ്ടുപിടിച്ചതാണ് ഇത്. അതിൻ്റെ കാൽക്കുലേഷൻസ് ഈ 22 is equal to F22 is equal to F2 into F2 by N നമുക്ക് 410 കിട്ടും. ഈ 23 എന്ന് പറയുന്നത് തേർഡ് കോളം ആയതുകൊണ്ട് അതിനനുസരിച്ച് തേർഡ് സെല്ലായതുകൊണ്ട് അതിനനുസരിച്ച് നമ്മൾ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 189 കിട്ടും. ദെൻ ഈ 31 ഈ 32 ഈ 33 ഒക്കെ അതുപോലെ പരസ്പരം മൈനസ് ചെയ്തിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. എങ്ങനെയായാലും ഒരേ ആൻസർ തന്നെയാണ് വരിക. അപ്പോൾ നമുക്ക് 60 ഈ 31 68 കിട്ടും. ഈ 32 185 കിട്ടും. ഈ 33 85 കിട്ടും. അപ്പോൾ നമ്മളെ ടേബിൾ നമുക്ക് ഇതുപോലെ കംപ്ലീറ്റ് ആയി കിട്ടി. എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസീസ് ഒക്കെ കിട്ടി. ഒബ്സർവ്ഡ് ഫ്രീക്വൻസിയുടെ ടേബിൾ ഉണ്ട്, എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസിയുടെ ടേബിൾ ഉണ്ട്. ഇനി നമുക്ക് chi² വാല്യൂ കാണാമല്ലോ. For alpha is equal to 0.05, the best critical region is നമുക്ക് ആൽഫ ഈക്വൽ ടു 0.051 ആണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. ഞാനിത് 0.05 ആണ് എടുത്തത്. 0.01 കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ ഒന്ന് നോക്കുക. 0.01 കറസ്പോണ്ടിങ് ആയിട്ടുള്ള chi² വാല്യൂ 4 degrees ഓഫ് ഫ്രീഡത്തിന് വരിക 13.3 ആണ്. ടേബിളിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ദെൻ നമുക്ക് കാൽക്കുലേറ്റഡ് വാല്യൂ കാണണം. കാൽക്കുലേറ്റഡ് വാല്യൂ കാണാൻ chi² is equal to sigma I is equal to 1 to m, sigma j is equal to 1 to n, oij minus eij whole square by eij. ഓരോ ഒബ്സർവ്ഡ് ഫ്രീക്വൻസി മൈനസ് എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി സ്ക്വയർ ഡിവൈഡ് ബൈ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി ചെയ്തിട്ട് സം ചെയ്ത് പോവുക. അപ്പോൾ ഫസ്റ്റത്തെ സെല്ലിൽ നോക്കുക 81 മൈനസ് 129 സ്ക്വയർ ബൈ 129 ആണ് കിട്ടുക. പ്ലസ് 322 മൈനസ് 347 സ്ക്വയർ ബൈ 347 പ്ലസ് എക്സെട്ര 48 മൈനസ് 85 സ്ക്വയർ ബൈ 85 വരെയുള്ള വാല്യൂസ് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് 3 റോസും 3 കോളംസ് ഉണ്ട്. 9 സെല്ലുകളുടെ ഒബ്സർവ്ഡ് ഫ്രീക്വൻസി മൈനസ് എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി സ്ക്വയർ ബൈ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി ചെയ്തിട്ട് സം ചെയ്യാണ്ടാവും. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞാൽ വാല്യൂ എന്ന് പറയുന്നത് 135.94 ആണ് കിട്ടുന്നത്. അപ്പോൾ നോക്കുക, ഇത്രയും വലിയൊരു സംഖ്യയാണ്. എങ്ങനെയായാലും നമ്മുടെ കാൽക്കുലേറ്റഡ് വാല്യൂ എന്ന് പറയുന്നത് നമ്മുടെ ടേബിൾ വാല്യൂവിനേക്കാളും വലുതാണ്. അപ്പം നമ്മൾ H0 റിജക്റ്റ് ചെയ്യണം. H0 റിജക്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ നമുക്ക് ഇൻ്റലിജൻസ് ആണ് ക്വസ്റ്റ്യൻ ഉള്ളത്. ഇൻ്റലിജൻസ് ഡിപ്പെൻഡ്സ് ഓൺ ഫാമിലി എക്കണോമിക് ലെവൽ എന്ന് വരും. H0 റിജക്റ്റ് ചെയ്താൽ H1 ആണ് അക്സെപ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇൻ്റലിജൻസ് ഡിപ്പെൻഡ്സ് ഓൺ ഫാമിലി എക്കണോമിക് ലെവൽ എന്നുള്ള കൺക്ലൂഷനിലേക്കാണ് നമ്മൾ എത്തുന്നത്. ഓക്കെ, താങ്ക് യു.